ഹായ് എവരിവൺ, PSC ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC LGS എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്ക് മേക്കിംഗ് സീരീസ് പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 പാർട്ടുകൾ കാണാത്ത ആരെങ്കിലും ആ 2 പാർട്ടുകളും കൃത്യമായിട്ട് കാണുക. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യ. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യ. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർ. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർ. മലയാള പത്രപ്രവർത്തനത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. അവനവൻ കടമ്പ രചിച്ചത് കാവാലം നാരായണ പണിക്കർ. അവനവൻ കടമ്പ രചിച്ചത് കാവാലം നാരായണ പണിക്കർ. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഡി വിൻസെന്റ്. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഡി വിൻസെന്റ്. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ചത് മുഹമ്മദ് ഷാ. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ചത് മുഹമ്മദ് ഷാ. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. മാപ്പിള സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ ബ്രിട്ടീഷ് കളക്ടർ HV കൊനോലി. മാപ്പിള സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ ബ്രിട്ടീഷ് കളക്ടറാണ് HV കൊനോലി. മുനിചര്യ പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. മുനിചര്യ പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. മുഗളരിൽ നിന്ന് കോഹിനൂർ സ്വന്തമാക്കിയ ആക്രമണകാരി നാദിർ ഷാ. മുഗളരിൽ നിന്ന് കോഹിനൂർ സ്വന്തമാക്കിയ ആക്രമണകാരിയാണ് നാദിർ ഷാ. മുസ്ലിങ്ങളുടെ ഏറ്റവും പാവന സ്ഥലമായ കബ ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ. മുസ്ലിങ്ങളുടെ ഏറ്റവും പാവന സ്ഥലമായ കബ ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ. മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ കുമാരനാശാൻ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ കുമാരനാശാൻ. മൃത്യുഞ്ജയം കാവ്യഗീതം എന്ന പേരിൽ കുമാരനാശാനെ കുറിച്ച് പുസ്തകം രചിച്ചത് MK സാനു. മൃത്യുഞ്ജയം കാവ്യഗീതം എന്ന പേരിൽ കുമാരനാശാനെ കുറിച്ച് പുസ്തകം രചിച്ചത് MK സാനു. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താപദ്ധതി രചിച്ചതും ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താപദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരു. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. ആരുടെ അനുയായികളായിരുന്നു തവിട്ട് കുപ്പായക്കാർ? ഹിറ്റ്ലർ. ആരുടെ അനുയായികളായിരുന്നു തവിട്ട് കുപ്പായക്കാർ? ഹിറ്റ്ലർ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷകളിൽ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷകളിൽ. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത്? ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത്? ആംസ്റ്റർഡാം.
ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത മായാവതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിതയാണ് മായാവതി. ഇന്ത്യൻ സംസ്ഥാനത്തിൽ മന്ത്രിയായ ആദ്യത്തെ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യൻ സംസ്ഥാനത്തിൽ മന്ത്രിയായ ആദ്യത്തെ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. താഷ്കന്റ് കരാർ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ. താഷ്കന്റ് കരാർ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റാണ് അയൂബ് ഖാൻ. ഇന്ത്യൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിതയാണ് മായാവതി. ഇന്ത്യൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിതയാണ് മായാവതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മിസോറാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മിസോറാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിലെ സ്ഥാനം 13. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിലെ സ്ഥാനം 13. ഇന്ത്യൻ റയർ എർത്ത് എവിടെയാണ്? ചവറ. ഇന്ത്യൻ റയർ എർത്ത് എവിടെയാണ്? ചവറ. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നം ഫോലു. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നം ഫോലു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920. ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ അന്റാർട്ടിക്ക പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ അന്റാർട്ടിക്ക പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ച. ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ച. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? കഞ്ചിക്കോട്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? കഞ്ചിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല വിജയവാഡ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല വിജയവാഡ. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് JRD ടാറ്റ. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകം സാമ്പാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകമാണ് സാമ്പാർ തടാകം. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 25. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 25. ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാം. ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ കർത്താവ് റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ കർത്താവ് റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം. ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരിയാണ് മുഹമ്മദ് ബിൻ കാസിം. ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത് LDC LGS എക്സാമിൻ്റെ റാങ്ക് മേക്കിംഗ് സീരീസ് പാർട്ട് 3 ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റ് 50 ക്വസ്റ്റ്യൻസോടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.